അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. വി.ഡി. സതീശൻ പറയുന്ന നുണകൾ പൊളിച്ചെടുക്കാൻ CPIM ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ആരംഭിച്ചിരുന്നു. ആദ്യം വി.ഡി. സതീശന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേജ് ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് പേജ് വൈറലാകുകയും ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് പേജ് പൂട്ടിച്ചു. വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്നവർ പരാതി നൽകിയതിൻ്റെ പേരിൽ കൂട്ടമായി റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് പേജ് പൂട്ടിച്ചത്. അതിനുശേഷം അതേ ഗ്രൂപ്പ് CPIMന്റെ സൈബർ വിഭാഗം മറ്റൊരു ഫേസ്ബുക്ക് പേജ് കൂടി ആരംഭിച്ചു, നുണേശന്റെ നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അതും ഇപ്പോഴിതാ പൂട്ടിച്ചിരിക്കുന്നു. കൂട്ടമായി മെറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്താണ് പൂട്ടിച്ചത്. വി.ഡി. സതീശൻ തന്നെ പരാതി നൽകി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അതോടുകൂടി അവസാനിച്ചു എന്നാണ് വി.ഡി. സതീശനും വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരും കരുതിയത്. വി.ഡി. സതീശന് വേണ്ടി പ്രവർത്തിക്കുന്ന കനകോലു ടീമും കരുതിയത് അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ വി.ഡി. സതീശന്റെ നുണകൾ പൊളിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസിലെ ഏറ്റവും പ്രബലമായ സൈബർ വിഭാഗമുണ്ടായിരുന്ന നേതാവായിരുന്നു കെ. സുധാകരൻ. കെ. സുധാകരന്റെ സൈബർ വിഭാഗം ഇപ്പോൾ ഉണർന്ന് എഴുന്നേറ്റിട്ടുണ്ട് വി.ഡി. സതീശന്റെ നുണകൾ പൊളിക്കാൻ. വി.ഡി. സതീശൻ കെ. സുധാകരനെ കുറിച്ച് പറഞ്ഞ നുണയാണ് ആദ്യം അവർ പൊളിച്ചടുക്കിയത്. എന്താണ് പറഞ്ഞത് വി.ഡി. സതീശൻ? കേൾക്കാം. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ് അദ്ദേഹം. ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വി.ഡി. സതീശൻ കരുതിയത് ആരും ഇതിന് എതിര് പറയില്ല എന്നാണ്. കെ. സുധാകരൻ പരസ്യമായി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരില്ല എന്നാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലറ ചില്ലറ പോസ്റ്റുകളൊക്കെ വന്നേക്കാം. അതൊക്കെ അഡ്രസ് ഇല്ലാത്തവരാണ്, വ്യാജ പ്രൊഫൈലുകളാണ് ഇതൊക്കെ എഴുതി വിടുന്നത്. അതിനു പുറകിലും CPM പ്രവർത്തകരും നേതാക്കളുമാണ് എന്നൊക്കെ വേണമെങ്കിൽ വി.ഡി. സതീശന് പറയാമായിരുന്നു. പക്ഷേ കെ. സുധാകരൻ തന്നെ രംഗത്ത് വന്നാലോ ഒരു രക്ഷയില്ല. വി.ഡി. സതീശനെ പൊളിച്ചടുക്കുന്നു കെ. സുധാകരൻ MP. ഞാൻ കണ്ണൂർ മത്സരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണൂർ മത്സരിക്കും. കണ്ണൂർ എത്ര തവണ പറഞ്ഞു. ഞാൻ ആവശ്യം ഉന്നയിച്ച ഇറക്കി അതിനുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു വേദി ഒരുക്കും. ആ വേദിയിലെ ആ ഉറപ്പിന്റെ അകത്തുള്ള ചർച്ചയിൽ പങ്കെടുത്ത് നമ്മളൊരു തീരുമാനത്തിലെത്തും. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പാർട്ടിക്ക് എന്താ കുഴപ്പം, ഞാൻ മത്സരിക്കുന്നതിന് പാർട്ടിക്ക് എന്തോ ദോഷം. കാരണം ചോദിച്ചാൽ അതൊരു MP റൈറ്റാണ്, ഫണ്ടമെന്റൽ റൈറ്റാണ്. ഇല്ല ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ഒരു ശരിക്കും ഒരു കറക്റ്റ് ഇൻഫർമേഷൻ അറിയാതെയാണ് പുള്ളി എന്ന് പറഞ്ഞു പോയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. അയാൾ അദ്ദേഹത്തെ ബ്ലെയിം ചെയ്യുന്നില്ല, എന്തെങ്കിലും പറഞ്ഞു കാണുന്നത് വിശ്വസിച്ചിട്ടുണ്ടാവും പുള്ളി. പാവം. ഫേസ്ബുക്കിൽ ഞാൻ തന്നെ എഴുതിയത്. വി.ഡി. സതീശൻ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ഞാൻ തന്നെ എഴുതിയ പോസ്റ്റാണ്. ഞാനിപ്പോഴും കണ്ണൂർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നേരത്തെ പറഞ്ഞതാണ്. ഞാൻ കണ്ണൂരിൽ മത്സരിച്ചാൽ എന്താണ് കുഴപ്പം, നേതാക്കൾ എന്തിന് അതിനെ എതിർക്കുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു കെ. സുധാകരൻ. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക്. എന്ന് വെച്ചാൽ വി.ഡി. സതീശനെ പൊളിച്ചടുക്കി രംഗത്ത് വന്നത് കെ. സുധാകരൻ തന്നെയാണ്. കെ. സുധാകരനെ പിന്തുണച്ചുകൊണ്ട് മറ്റ് MP-മാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അടൂർ പ്രകാശ് കോന്നിയിൽ ഇതേപോലെ എന്തുതന്നെയായാലും ഞാൻ മത്സരിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസിൽ ഇതിനെ ജാതീയമായി കാണാൻ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈഴവ നേതാക്കളെ ഒതുക്കുന്നു കോൺഗ്രസിൽ എന്ന രീതിയിൽ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈഴവ നേതാക്കളെ മുഴുവൻ ഒതുക്കുന്നു എന്ന പ്രചാരണം കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈഴവ നേതാക്കളെ ഒതുക്കുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളത് എന്ന് കോൺഗ്രസിന് പുറത്തുള്ളവരും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്താതെ പോവുകയാണ്. എപ്പോൾ ചർച്ചകൾ അവസാനിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും പറയാൻ കഴിയുന്നില്ല. അതിനിടയ്ക്കാണ് അടൂർ പ്രകാശ്, കെ. സുധാകരൻ തുടങ്ങിയവർ ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തന്നെ പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്.